Hi dear aspirants, welcome to Aspire Defense. നമ്മൾ ഇന്നത്തെ വീഡിയോ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഓൺലി ഫോർ 10 പാസ് സ്റ്റുഡൻസ്. ഓക്കെ, 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണ്. അവരുടെ രക്ഷിതാക്കളും ഇത് നിർബന്ധമായിട്ടും കാണണം. ഓക്കെ, സോ നിങ്ങളുടെ സർക്കിളിലുള്ള 10ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അവർക്ക് ഇന്ത്യൻ ആംഡ് ഫോഴ്സസിലേക്കുള്ള ഓഫീസർ എൻട്രി ഓപ്ഷൻസ് ആണ് ആഫ്റ്റർ 12th. ഓക്കെ, സോ ഇപ്പോൾ എല്ലാവരും 10th കഴിഞ്ഞിട്ട് നിങ്ങൾ ഇനി ഏത് സബ്ജക്ട്സ്, സയൻസ് ചൂസ് ചെയ്യണോ, ഹ്യൂമാനിറ്റീസ് ചൂസ് ചെയ്യണം, കൊമേഴ്സ് ചൂസ് ചെയ്യണം എന്നൊക്കെ ആലോചിച്ചിരിക്കുന്നതായിരിക്കും അല്ലേ. സോ നമ്മൾ ഇന്ന്, അതായത് നിങ്ങൾക്ക് ആർമി, നേവി, എയർഫോഴ്സിൽ ഓഫീസർ ഓപ്പർച്യൂണിറ്റി താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം, എന്താണ് ബെനിഫിറ്റ്സ് ഉണ്ടാവുക, ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആൻഡ് ഈ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്താണെന്നും അതിനുവേണ്ടി നിങ്ങൾ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, സോ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. കാരണം നിങ്ങളുടെ ലൈഫിലെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഓക്കെ, പല കാര്യങ്ങളും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും 5 വഴികൾ, 12th കഴിഞ്ഞിട്ട് ഇന്ത്യൻ ആംഡ് ഫോഴ്സസിൽ ഓഫീസർ ആവാൻ പറ്റുന്ന 5 വഴികളെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇതിൽ ആൺകുട്ടികൾക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതുണ്ട്, പെൺകുട്ടികൾക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതുണ്ട്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അതിൽ ഫസ്റ്റ് വൺ എല്ലാവർക്കും അറിയാവുന്ന UPSC നടത്തുന്ന നാഷണൽ ഡിഫൻസ് അക്കാഡമി എക്സാമിനേഷനെ കുറിച്ചിട്ടാണ്. ഓക്കെ 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 സോ നാഷണൽ ഡിഫൻസ് അക്കാഡമി എക്സാമിനേഷൻ NDA. ഓക്കെ, നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. NDA ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് പൂനെ കടക്വാസ്ലയിലാണ്. UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഈ ഒരു എക്സാം നടത്തുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർമി, നേവി, എയർഫോഴ്സിലേക്ക് ഓഫീസർ ആവാനുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് നാഷണൽ ഡിഫൻസ് അക്കാഡമി എക്സാമിനേഷൻ. ഓക്കെ, സോ ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 16.5 to 19.5 ആണ്. 16.5 വയസ്സിനും 19.5 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇത് അപ്ലൈ ചെയ്യാൻ പലരും ചോദിക്കാറുണ്ട്, നമുക്ക് +1 പഠിക്കുമ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? +1 പഠിക്കുമ്പോൾ നിങ്ങൾ പറ്റത്തില്ല. +1 കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ 12th ജോയിൻ ചെയ്യുന്ന സമയത്ത് വരുന്ന ഫസ്റ്റ് എക്സാം നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓപ്പൺ ടു യങ് മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഹു കംപ്ലീറ്റഡ് or are appearing for the 10+2 examination. ഓക്കെ, 12th കഴിഞ്ഞ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 12th അപ്പിയർ ചെയ്യുന്ന കുട്ടികൾക്കും ഈ എക്സാം എഴുതാൻ പറ്റും. ഓക്കെ, UPSC NDA എക്സാം. ഓക്കെ, സോ ആർമി, നേവി, എയർഫോഴ്സിലേക്ക് 3 കാഡറിലേക്കും അതുപോലെ തന്നെ ഇന്ത്യൻ നേവൽ അക്കാഡമിയുടെ 10+2 കാഡറ്റ് എൻട്രി സ്കീമിലേക്കും ഈ എൻട്രി വഴി നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് UPSC റിട്ടേൺ എക്സാം ആണ്. ഓക്കെ, ആൻഡ് 5 days SSB ഇന്റർവ്യൂ, മെഡിക്കൽ ടെസ്റ്റ്, പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ്. ഇതാണ് ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇനിയിപ്പോൾ ഏത് കോഴ്സ് ചൂസ് ചെയ്യണം. ഓക്കെ, സയൻസ് വേണോ, കൊമേഴ്സ് വേണോ, ഹ്യൂമാനിറ്റീസ് വേണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരിക്കും. നിങ്ങളൊരു NDA എക്സാം എഴുതാൻ പോകുന്ന ഒരാളാണെങ്കിൽ, ഓക്കെ, ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 11th and 12th കംപ്ലീറ്റ്ലി മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് വരുന്നുണ്ട്. ഓക്കെ, പേപ്പർ 1 കംപ്ലീറ്റ്ലി മാത്തമാറ്റിക്സ് ആണ്. ഓക്കെ, ഇതിൽ 2 പേപ്പറാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് പേപ്പർ 1 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി മാത്സ് ആണ്. ഓക്കെ, പേപ്പർ 1 കംപ്ലീറ്റ്ലി മാത്സ് ആണ്. 11th 12th മാത്സ് വരുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളൊരു കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എടുത്ത വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ആർമി വിങ്ങിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ നേവി എയർഫോഴ്സിലേക്ക് നിങ്ങൾക്ക് പറ്റത്തില്ല. കാരണം PCM, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ചാൽ മാത്രമേ നേവി എയർഫോഴ്സ് വിങ്ങിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. ആർമി വിങ്ങിലേക്ക് കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ നിങ്ങൾ 11th and 12th ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ചിരിക്കണം. അതായത് നിങ്ങൾ പഠിക്കുന്ന സബ്ജക്ട്സിന് പുറമെ നിങ്ങൾ ഇത് വീണ്ടും എക്സ്ട്രാ പഠിക്കണം ഈ എക്സാമിന് വേണ്ടിയിട്ട്. സോ അതൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. പല കുട്ടികൾക്കും കാണാറുണ്ട്, പല കുട്ടികളും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്, പക്ഷേ പലർക്കും പറ്റാറില്ല. പക്ഷേ നിങ്ങളൊരു സയൻസ് സബ്ജക്ട്സ്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് നിങ്ങൾ 11th 12th പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാമിന് അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഒരു വെയിറ്റേജ് അവിടെയുണ്ട്. ആൻഡ് പേപ്പർ 2 കുറച്ച് സബ്ജക്ട്സ് ഉണ്ട്. അതിലാണ് ഫിസിക്സും കെമിസ്ട്രി ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് ഉണ്ട്, പിന്നെ ജനറൽ നോളജ് ഉണ്ട്, ഇങ്ങനെ കുറച്ച് സബ്ജക്ട്സ് ഉണ്ട്. ഓക്കെ, സോ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ NDA ആസ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ, ആർമി വിങ് ആണെങ്കിൽ ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സിന് പറ്റും. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മാത്സ് ആൻഡ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് നിങ്ങൾ 11th and 12th ടോപ്പിക്സ് എക്സ്ട്രാ പഠിക്കേണ്ടി വരും. പക്ഷേ നിങ്ങൾ ഓൾറെഡി സയൻസ് കാറ്റഗറി എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ആർമി വിങ്ങിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നേവി എയർഫോഴ്സ് വിങ്ങിലേക്കും ഇന്ത്യൻ നേവൽ അക്കാഡമി വിങ്ങിലേക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് 3 പെർമനന്റ് കമ്മീഷൻ കിട്ടും. നിങ്ങൾ 3 വർഷം NDA നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലാണ് നിങ്ങളുടെ ട്രെയിനിങ് ഉണ്ടായിരിക്കുക. അതിനുശേഷം 1 year നിങ്ങൾ റെസ്പെക്റ്റീവ് അക്കാഡമി, അതായത് ആർമിയാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ 3 വർഷം നിങ്ങൾ NDA കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർമിയുടെ ട്രെയിനിങ് അക്കാഡമിയുടെ പ്രീ കമ്മീഷനിങ് അക്കാഡമി, ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഡെറാഡൂൺ, നേവി ആണെങ്കിൽ ഇന്ത്യൻ നേവൽ അക്കാഡമി ഏഴിമല, എയർഫോഴ്സ് ആണെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സ് അക്കാഡമി ഹൈദരാബാദ്. ഇവിടെ 1 year ട്രെയിനിങ്, അതോടെ നിങ്ങൾ ഓഫീസറായിട്ട് മാറും. ആർമിയിലാണെങ്കിൽ ലെഫ്റ്റനന്റ് റാങ്കിൽ, നേവിയിലാണെങ്കിൽ സബ് ലെഫ്റ്റനന്റ് റാങ്കിൽ, എയർഫോഴ്സിലാണെങ്കിൽ ഫ്ലൈയിങ് ഓഫീസർ റാങ്കിൽ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ്
ഓപ്ഷൻ എന്ന് പറയുന്നത് നാഷണൽ ഡിഫൻസ് അക്കാഡമി. ഈ പരീക്ഷ വർഷത്തിൽ 2 തവണ നടത്താറുണ്ട്, ഏപ്രിൽ മാസത്തിലും സെപ്റ്റംബർ മാസത്തിലും. ഓക്കെ, സോ വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. കാരണം പല കുട്ടികൾക്ക് ഇത് ക്ലിയർ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും കൂടി നമ്മൾ കാണാറുണ്ട്. ഓക്കെ, പല കുട്ടികൾ എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 12th നമ്മൾ എത്തുമ്പോഴാണ് ഈ എക്സാമിനെ കുറിച്ച് കേൾക്കുന്നത്, എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സമയത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ സമയത്ത് അപ്ലൈ ചെയ്യും, വളരെ കഷ്ടപ്പെട്ടിട്ട് ആ ഒരു ലിമിറ്റഡ് ടൈമിൽ പഠിക്കും. പക്ഷെ നമുക്ക് ഇതിന് ആദ്യം മുതലേ പഠിച്ചു തുടങ്ങാം. ഓക്കെ, നമുക്കിപ്പം 10th കഴിഞ്ഞ മുതലേ നമുക്ക് ഇതിന്റെ ഫൗണ്ടേഷൻസ് ഒക്കെ പഠിച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഡെയിലി ഒരു 1 hour നമുക്ക് സ്പെൻഡ് ചെയ്ത് 30 minutes 1 hour നമുക്ക് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. സോ ആസ്പയർ ഡിഫൻസിന്റെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എക്സ്ക്ലൂസീവ്ലി ഫോർ 10th സ്റ്റുഡൻസിന് വേണ്ടി മാത്രമാണ്. ഓക്കെ, വേറെ സ്റ്റുഡൻസിനല്ല, 10th സ്റ്റുഡൻസിന് വേണ്ടി മാത്രമുള്ള ലക്ഷ്യ ബാച്ച്. ഓക്കെ, നിങ്ങളെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ലക്ഷ്യ ബാച്ച് ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ 10th കഴിഞ്ഞ സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ NDA ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 7034561234 എന്ന നമ്പർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലൈവ് വെബിനാർ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യ ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും, ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോഴേ നിങ്ങൾക്ക് എന്താ പറയുക, ബ്രിക്ക് ബൈ ബ്രിക്ക് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിക്കാം. ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും ആ ജേർണിയിൽ. ഓക്കെ, സോ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്, താഴെയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് NDA കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സോ ഇതിൽ ശ്രദ്ധിക്കുക, നിങ്ങൾ 11th 12th, അതായത് നിങ്ങൾ 11th ജോയിൻ ചെയ്യാൻ പോകുന്ന കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ NDA പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സയൻസ് കമ്പൽസറി ആയിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ദാറ്റ് ഇസ് മൈ സജഷൻ. ഓക്കെ, സോ നമുക്കിനി അടുത്തൊരു ഓപ്ഷനിലേക്ക് പോവാം. ഓക്കെ, ടെക്നിക്കൽ എൻട്രി സ്കീം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു NDA പരീക്ഷ പറഞ്ഞു ഒരു ഓഫീസർ എൻട്രി തന്നെയാണ്. ഇനി നമുക്ക് ഇന്ത്യൻ ആർമിയിൽ ഫ്രീ ആയിട്ട് എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള ഓപ്ഷനാണ്. ദാറ്റ് ഇസ് ഇന്ത്യൻ ആർമി ടെക്നിക്കൽ എൻട്രി സ്കീം. ഓക്കെ, ഇന്ത്യൻ ആർമിയാണ് ഡയറക്റ്റ്ലി ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു പ്രത്യേകത, ഇവിടെ റിട്ടേൺ എക്സാം ഇല്ല. ഓക്കെ, ഇന്ത്യൻ ആർമി ഒരു റിട്ടേൺ എക്സാമും കണ്ടക്ട് ചെയ്യുന്നില്ല. പിന്നെ ഇതിൽ ഫസ്റ്റ് എലിജിബിലിറ്റി പറയുകയാണെങ്കിൽ ഇത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം 10+2. അങ്ങനെയുള്ള കുട്ടികൾക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഇത് ഓൺലി ഫോർ മെയിൽ കാൻഡിഡേറ്റ്സ്. ആൺകുട്ടികൾക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ, പെൺകുട്ടികൾക്ക് പറ്റത്തില്ല. ഓക്കെ, NDAയിൽ പെൺകുട്ടികൾക്ക് പറ്റും, പക്ഷേ ഈ എൻട്രിയിൽ ഇതുവരെ പെൺകുട്ടികൾ എടുത്തിട്ടില്ല. ഓക്കെ, ഇനി ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം, പക്ഷേ ആസ് ഓഫ് നൗ ഇപ്പം പെൺകുട്ടികൾക്ക് ഇല്ല, ഓപ്ഷൻ ഇല്ല. ആൺകുട്ടികൾക്ക് മാത്രമാണ് 10+2 ടെക്നിക്കൽ എൻട്രി സ്കീമിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ എന്താ പറയുക, എക്സാംസ് ഒന്നുമില്ല, ഇനീഷ്യലി റിട്ടേൺ എക്സാംസ് ഒന്നുമില്ല. നമുക്ക് കുറച്ച് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്, നോക്കാം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 60% PCM ആണ്. ക്ലാസ് 12th ഫിസിക്സ് കെമിസ്ട്രി മാത്സിൽ അഗ്രിഗേറ്റ് ആയിട്ട് 60% മാർക്സ് നമ്മൾ മിനിമം സ്കോർ ചെയ്തിരിക്കണം. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ആൻഡ് ഏജ് റേഞ്ച് എന്ന് പറയുന്നത് 16.5 to 19.5, സെയിം ലൈക്ക് NDA. 16.5 വയസ്സിനും 19.5 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് 10th പാസിന് ശേഷമാണ്, നിങ്ങൾ 12ാം ക്ലാസ് പാസ്സായതിനു ശേഷം മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഇവിടെ ഒരു കണ്ടീഷൻ കൂടിയുണ്ട്, JEE മെയിൻ. നമുക്കറിയാം IIT നടത്തുന്ന JEE, NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന IIT JEE ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷന്റെ മെയിൻ എക്സാമിനേഷൻ നിങ്ങൾ നിർബന്ധമായി എഴുതിയിരിക്കണം. അതിന്റെ കോമൺ റാങ്ക് ലിസ്റ്റിന്റെ ബേസിലാണ് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് SSBക്ക് വേണ്ടി പോകാം. ഓക്കെ, ഇവിടെ നിങ്ങൾ സെപ്പറേറ്റ് ഒരു എക്സാം എഴുതുന്നില്ല, ഡയറക്റ്റ്ലി ഇത് ഷോർട്ട് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ SSB ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം, സർവീസസ് സെലക്ഷൻ ബോർഡ് ഇന്റർവ്യൂ ആൻഡ് മെഡിക്കൽ ടെസ്റ്റ്. ഇതാണ് പ്രൊസീജിയർ വരുന്നത്. ഓക്കെ, ഇനി നേരത്തെ ഞാൻ NDAന്റെ സെലക്ഷൻ പ്രൊസീജിയർ പറഞ്ഞ സമയത്ത് പറഞ്ഞു ഇവിടെ UPSC നടന്ന റിട്ടേൺ എക്സാം ആണ്, SSB ഇന്റർവ്യൂ ആണ്, മെഡിക്കൽ ടെസ്റ്റ് ആണ്. പലർക്കുള്ള ഒരു സംശയമാണ് 10th കഴിഞ്ഞാൽ ആർമി നേവി എയർഫോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടെന്ന്. ഫിസിക്കൽ ടെസ്റ്റിലുള്ള എൻട്രീസ് ഉണ്ട്, അഗ്നിവീർ പോലുള്ള എൻട്രികളിൽ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. പക്ഷേ നാഷണൽ ഡിഫൻസ് അക്കാഡമി എക്സാമിൽ അതായത് ഫിസിക്കൽ ടെസ്റ്റ് ഇല്ല സെലക്ഷൻ പ്രൊസീജിയറിൽ. ഓക്കെ, നിങ്ങൾ റിട്ടേൺ എക്സാം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് സർവീസസ് സെലക്ഷൻ ബോർഡ് ഇന്റർവ്യൂ ആണ്. ഇത് കംപ്ലീറ്റ്ലി ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. നിങ്ങളുടെ കുട്ടിയുടെ പേഴ്സണാലിറ്റി, ഓഫീസർ ലൈക്ക് ക്വാളിറ്റീസ്, ഓഫീസർ ആവാനുള്ള ക്വാളിറ്റീസ് ഉണ്ടോ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി അസസ്മെന്റ് ആണ് SSB ഇന്റർവ്യൂ. അപ്പം പല ആൾക്കാരും 10th കഴിഞ്ഞിട്ട് ഫിസിക്കൽ ട്രെയിനിങ്ങിന് നേരെ പോകാറുണ്ട്. അതായത് 1.6 കിലോമീറ്റർ 5:30 minutes റൺ ചെയ്യാനുള്ള കപ്പാസിറ്റി ബിൽഡ് ചെയ്യാൻ. ഇതൊന്നും ഇവിടെ ആവശ്യമില്ല. നിങ്ങൾക്ക് ബേസിക് ഫിറ്റ്നസ് മാത്രമേ ആവശ്യമുള്ളൂ. ആർമിന്റെ നോട്ടിഫിക്കേഷനിൽ പോലും പറയാറുണ്ട് 1.6 കിലോമീറ്റർ മിനിമം ഒരു 8 minutes റൺ ചെയ്യാനുള്ള കപ്പാസിറ്റി, ഒരു 10 പുഷപ്സ് എടുക്കാനുള്ള കപ്പാസിറ്റി, ഒരു 2-3 ചിന്നപ്സ് എടുക്കാനുള്ള കപ്പാസിറ്റി. ഇത് നിങ്ങൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രേ ആവശ്യമുള്ളൂ. ഇതിന് നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. UPSC ആണ് എക്സാം നടത്തുന്നത്. അതിനുശേഷം SSB ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു 5 days പ്രൊസീജിയർ ആണ്. ഓക്കെ, അതിൽ 2 ടാസ്ക് മാത്രമേ നിങ്ങൾ ഫിസിക്കലി ഔട്ട്ഡോർ ടാസ്കിൽ വരുന്നുള്ളൂ. ഓക്കെ, അതിനുവേണ്ടി നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്നും ഫിസിക്കൽ ട്രെയിനിങ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ക്വാളിറ്റീസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മെയിൻലി ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ്, ആപ്റ്റിറ്റ്യൂഡ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് നമ്മളിവിടെ ബിൽഡ് ചെയ്യേണ്ടത്. ഓക്കെ,
സോ ഇവിടുത്തെ സെലക്ഷൻ പ്രൊസീജിയറിലും വരുന്നത് ഫസ്റ്റ് SSB ഇന്റർവ്യൂ ആണ്. ഓക്കെ, ഷോർട്ട് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ മെഡിക്കൽ ടെസ്റ്റ്, പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ്. കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആർമിയിൽ ഫ്രീ ആയിട്ട് എഞ്ചിനീയറിംഗ് പഠിക്കാം. 3 സ്ഥലങ്ങളിലായിട്ടാണ്. കോളേജ് ഓഫ് മിലിറ്ററി എഞ്ചിനീയറിംഗ് പൂനെ, അതുപോലെ തന്നെ മിലിറ്ററി കോളേജ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ മാവോ, മിലിറ്ററി കോളേജ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സെക്കൻഡറാബാദ്. ഈ 3 സ്ഥലങ്ങളിൽ നമുക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാം. 4 വർഷത്തിന് ശേഷം പെർമനന്റ് കമ്മീഷനിൽ ലെഫ്റ്റനന്റ് റാങ്കിൽ നിങ്ങൾക്ക് ജോലിയും കിട്ടും. ഓക്കെ, സോ നമുക്ക് ഇനി നെക്സ്റ്റ് എൻട്രീനെ കുറിച്ച് നോക്കാം. ഞാൻ നേരത്തെ ആർമിയിൽ പറഞ്ഞു, ഇനി നമുക്ക് നേവിയെ കുറിച്ച് നോക്കാം. ഓക്കെ, ഇന്ത്യൻ നേവി 10+2 കാഡറ്റ് എൻട്രി സ്കീം. സോ നേരത്തെ കേസിൽ ആൺകുട്ടികൾക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് പെൺകുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ നേരത്തെ ആർമിയിലാണ് എഞ്ചിനീയറിംഗ് പഠിക്കുന്നതെങ്കിൽ നേവിയിലാണ് നമ്മൾ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇന്ത്യൻ നേവൽ അക്കാഡമി കേരളത്തിൽ തന്നെയാണ്. ഏഴിമല, കണ്ണൂർ ഏഴിമലയിലാണ് ഇന്ത്യൻ നേവൽ അക്കാഡമി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ 4 വർഷത്തെ എഞ്ചിനീയറിംഗ് പഠനം എക്സിക്യൂട്ടീവ് ബ്രാഞ്ചല്ല, എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലേക്കാണ് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നത്. ഓക്കെ, സോ ഇവിടുത്തെ കേസിലാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു ഡിഫറൻസും ഇല്ല. ഇവിടെ പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ നേരത്തെ 60% ആയിരുന്നു അഗ്രിഗേറ്റ്, ഇവിടെ 70% ആണ് അഗ്രിഗേറ്റ്. ഓക്കെ, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. സെലക്ഷൻ പ്രൊസീജിയറും സെയിം തന്നെയാണ്. ഷോർട്ട് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ SSB ഇന്റർവ്യൂ, പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്, അതാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അതിനുശേഷം മെഡിക്കൽ ടെസ്റ്റ്, ഫൈനൽ മെറിറ്റ് ലിസ്റ്റ്. ഓക്കെ, സോ ഇവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇപ്പം പറഞ്ഞ 3 എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് നിർബന്ധമാണ്. സോ നിങ്ങളൊരു സയൻസ് സ്റ്റുഡന്റ് ആവാൻ വേണ്ടി ശ്രമിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആം ഫോഴ്സസിലേക്ക്, നിങ്ങൾ ആർമി, നേവി, എയർഫോഴ്സിലേക്ക് ഓഫീസർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, സോ 10+2 കാഡറ്റ് എൻട്രി സ്കീം. സോ ഇതിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യൻ നാവൽ അക്കാഡമിയിൽ ഫ്രീ ആയിട്ട് എഞ്ചിനീയറിംഗ് പഠിക്കാം. എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ആഫ്റ്റർ 4 ഇയേഴ്സ് നിങ്ങൾക്ക് ഇന്ത്യൻ നേവിയിൽ സബ് ലെഫ്റ്റനന്റ് റാങ്കിൽ ഓഫീസറായിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് AFMC. ഇനി നമുക്ക് ആർമിയിൽ ഒരു ഡോക്ടർ ആവാൻ ആഗ്രഹിച്ചാലോ? ഓക്കെ, പലർക്കും ഡോക്ടർ ആവാൻ ആഗ്രഹം ഉണ്ടാവും. സോ നമുക്ക് ആർമി, നേവി, എയർഫോഴ്സിൽ ഡോക്ടർ ആവാം. ഓക്കെ, അതിനുള്ളൊരു ഓപ്ഷനാണ് ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ്. ഓക്കെ, സോ ഇവിടുത്തെ കേസിൽ എന്ന് പറയുന്നത്, നിങ്ങളിപ്പം നമുക്കറിയാം മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് നീറ്റ് ആണ്. ഓക്കെ, NTA നടത്തുന്ന നീറ്റ് UG എക്സാമിനേഷൻ ആണ് മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ. സോ നിങ്ങളുടെ ഫസ്റ്റ് കടമ്പ എന്ന് പറയുന്നത് നീറ്റ് UG എക്സാമിനേഷൻ എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, സോ നിങ്ങൾ നീറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നീറ്റിന്റെ മാർക്കിന്റെ ബേസിലാണ് AFMC എന്ന് പറയുന്നത് പൂനെയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ്. ഓക്കെ, സോ ഇതാണ് ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിന്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. സോ AFMCയിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് MBBS പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ വൺസ് നിങ്ങൾ നീറ്റ് എക്സാം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നീറ്റ് എക്സാമിന്റെ സ്കോറിന്റെ ബേസിൽ AFMC നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും അവരുടെ പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ട്. അതായത് ഇവിടെ ഫസ്റ്റ് ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും, ഒരു എക്സാം ഉണ്ടായിരിക്കും. AFMC നടന്ന ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ലോജിക്കൽ റീസണിങ്. ഈ എക്സാം നിങ്ങൾ ക്വാളിഫൈ ചെയ്യണം. അതിനുശേഷം സൈക്കോളജിക്കൽ അസസ്മെന്റ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, പിന്നെ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ഈ 3 ഷോർട്ട് ലിസ്റ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് MBBS പഠിക്കാം. ഓക്കെ, ഫ്രീ ആയിട്ട് MBBS പഠിക്കാം. മാത്രമല്ല അതിനുശേഷം ആർമി, നേവി, എയർഫോഴ്സിൽ നിങ്ങൾക്ക് ഓഫീസറായിട്ട് ജോയിൻ ചെയ്യാം. നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. നേരത്തെ എല്ലാ എൻട്രിയിലും നിങ്ങൾ ലെഫ്റ്റനന്റ് റാങ്കിലാണ് ആർമിയിൽ കമ്മീഷൻ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ഇതിലൂടെ AFMC ത്രൂ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നേരെ ക്യാപ്റ്റൻ റാങ്കിലേക്കാണ് പ്രൊമോട്ടഡ് ആവുന്നത്. കമ്മീഷൻ ചെയ്യുന്നത് തന്നെ ക്യാപ്റ്റൻ റാങ്കിലാണ് ഡോക്ടേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇനിയിപ്പം എയർഫോഴ്സിന്റെ കേസിലാണെങ്കിൽ അത് ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് ആണ്, നേവിന്റെ കേസിലാണെങ്കിൽ ഡയറക്റ്റ്ലി ലെഫ്റ്റനന്റ് ആണ്. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. സോ നിങ്ങളൊരു ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ആംഡ് ഫോഴ്സസിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് MBBS പഠിക്കാനും അതിനുശേഷം ആർമി, നേവി, എയർഫോഴ്സിൽ ഡോക്ടറായിട്ട് സെർവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഇന്ത്യനെ സെർവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ അതാണ് AFMC. സോ ഇതും ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. സോ ഇതും 10th കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നിർബന്ധമായും പഠിച്ചിരിക്കണം നിങ്ങൾ. ഓക്കെ, 10+2 അതായത് 11th and 12th ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നിർബന്ധമായി പഠിക്കണം. നീറ്റ് എക്സാമിനേഷൻ നിങ്ങൾ നിർബന്ധമായി എഴുതിയിരിക്കണം. എങ്കിൽ മാത്രമേ ഇതിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ആൻഡ് ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് 2 പേർക്കും അപ്ലൈ ചെയ്യാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് ഒരു എൻട്രി കൂടിയുണ്ട്, നമുക്ക് അതും കൂടി നോക്കാം. അത് എക്സ്ക്ലൂസീവ്ലി ഫോർ പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ദാറ്റ് ഈസ് മിലിറ്ററി നഴ്സിംഗ് സർവീസ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മിലിറ്ററി നഴ്സിംഗ് സർവീസ്. സോ നമുക്കറിയാം ഇത് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നഴ്സിംഗ് പ്ലസ് ഡിഫൻസ് എന്ന് പറയുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നത്. ഓക്കെ, ഇന്ത്യയിൽ ഒരു 6 ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. സോ 6 ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് BSc നഴ്സിംഗ് പഠിക്കാനും അതിനുശേഷം ഇന്ത്യൻ ആർമിയിൽ ലെഫ്റ്റനന്റ് റാങ്കിൽ, കമ്മീഷൻ റാങ്കിൽ ജോലി നേടാനുള്ള ഒരു അവസരമാണ് ഇവിടെ ലഭിക്കാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് ഇത് പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമാണ്. സോ ഇവിടുത്തെ കേസിലും നീറ്റ് എക്സാം ആണ് ഇനീഷ്യലി വേണ്ടത്. നീറ്റ് എക്സാമിന്റെ മാർക്കിന്റെ ബേസിലാണ് ആർമി നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ആർമിന്റെ സെലക്ഷൻ പ്രൊസീജിയറാണ് വളരെ വളരെ ഇമ്പോർട്ടന്റ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്, പിന്നെ സൈക്കോളജിക്കൽ അസസ്മെന്റ് ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂ ഉണ്ട്, പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ്. ഓക്കെ, സോ ഇവിടെയും നിങ്ങൾ ഫസ്റ്റ്
ശ്രദ്ധിക്കുക, നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നിർബന്ധമായിട്ടും 10+2 പഠിച്ചിരിക്കണം. പെൺകുട്ടി നിങ്ങൾ BSc നഴ്സിംഗ്, അതായത് ആർമിയിൽ ഒരു നഴ്സിംഗ് ഓഫീസർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 10+2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നിർബന്ധമായി പഠിച്ചിരിക്കണം. അതിനുശേഷം നീറ്റ് UG എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തിരിക്കണം. അതിനുശേഷം ഇന്ത്യൻ ആർമി കണ്ടക്ട് ചെയ്യുന്ന CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, അതുപോലെ സൈക്കോളജിക്കൽ അസസ്മെന്റ് ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂ, ഇത്രയും കാര്യങ്ങളാണ് ഇതിലുണ്ടായിരിക്കുക. സോ ഇങ്ങനെ നിങ്ങൾ ഈ ആപ്ലിക്കേഷനിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് MNSൽ ജോയിൻ ചെയ്യാം. 4 വർഷം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാം. നിങ്ങളുടെ താമസം, ഭക്ഷണം ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആണ്. ഫേമസ് ആയ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. FMC പൂനെ ഉണ്ട്, കമാൻഡ് ഹോസ്പിറ്റൽ എയർഫോഴ്സ് ബാംഗ്ലൂർ ഉണ്ട്, ഡൽഹിയിലുണ്ട്. അപ്പോൾ ഫേമസ് ആയ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സും, ഇന്ത്യൻ നേവി ഹോസ്പിറ്റൽ അശ്വിനിയിൽ പഠിക്കാൻ പറ്റും. സോ പ്രസ്റ്റീജിയസ് ആയ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലാണ് നമുക്കറിയാം. കാരണം സാധാരണ 12th കഴിഞ്ഞ കുട്ടികൾ BSc നഴ്സിംഗിന് പോകുന്നത് പല പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലാണ്. അവർ ലക്ഷങ്ങൾ ചിലവാക്കിയിട്ടാണ് പഠിക്കുന്നത്. 10-15 ലക്ഷമൊക്കെ ചിലവാക്കിയിട്ടാണ് ഇപ്പം നഴ്സിംഗ് പഠിക്കുന്നത്. പക്ഷെ അവർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവർക്ക് സാലറി ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് തന്നെ അറിയാം 20,000-25,000 റുപ്പീസ് ഒക്കെ സാലറി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുക ഒരു പ്രൗഡ് മൂവ്മെന്റ് ആണ്. കാരണം നിങ്ങൾക്ക് പ്രസ്റ്റീജിയസ് ആയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഫ്രീ ആയിട്ട് BSc നഴ്സിംഗ് പഠിക്കാൻ, അതിനുശേഷം ഇന്ത്യൻ ആർമിയിൽ ലെഫ്റ്റനന്റ് റാങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മേജർ ജനറൽ റാങ്ക് വരെ നിങ്ങൾക്ക് പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റിയും കിട്ടുന്നുണ്ട് ഇവിടെ. ഓക്കെ, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. എല്ലാ ബെനിഫിറ്റ്സും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് സർവീസിന്റെ. ആൻഡ് ഇതൊരു ക്ലാസ് 1 ഗ്രൂപ്പ് ഗസ്റ്റ് ഓഫീസർ റാങ്ക് കൂടിയാണ് ലഭിക്കുന്നത്. സോ ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് പെൺകുട്ടികളുടെ കേസിൽ. അപ്പോൾ നിങ്ങൾ ഇതും മിസ് ചെയ്യാൻ പാടില്ല. സോ 10th കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. നമുക്ക് ഒരിക്കൽ കൂടെ നോക്കാം. ഓക്കെ, നമുക്ക് ഒരു തവണ കൂടെ നോക്കാം എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തതെന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നമുക്കൊന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്യാം. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ നാഷണൽ ഡിഫൻസ് അക്കാഡമിയെ കുറിച്ചിട്ടാണ്. NDA. ഓക്കെ, NDA 10+2 പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നിങ്ങൾ സയൻസ് സബ്ജക്ട് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക 11th and 12th. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് ഇവിടെയുണ്ട്. നിങ്ങൾക്ക് എയർഫോഴ്സ് ആൻഡ് നേവിയിൽ അപ്ലൈ ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് ആർമി ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് മാത്സ് ആൻഡ് ഫിസിക്സ്, കെമിസ്ട്രിയിൽ ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. ഇനി സെക്കൻഡ് ഓപ്ഷൻ, ഇവിടെ എക്സാം ഒന്നുമില്ലാത്ത ടെക്നിക്കൽ എൻട്രി സ്കീമിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ JEE മെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ JEE മെയിനിലെ പ്രിപ്പറേഷൻ ഇപ്പോൾ ആരംഭിക്കണം. ആൻഡ് SSB ഇന്റർവ്യൂ ആണ് ഇവിടെ പ്രിപ്പയർ ചെയ്യേണ്ടത്. സർവീസ് സെലക്ഷൻ ബോർഡ് ഇന്റർവ്യൂ, പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഇവിടുത്തെ കേസിലും സെയിം തന്നെയാണ്. JEE മെയിൻ ത്രൂ ഉള്ള ഒരു എൻട്രിയാണ് 10+2 കാഡറ്റ് എൻട്രി സ്കീം. നെക്സ്റ്റ്, ആം ഫോഴ്സസ് മെഡിക്കൽ കോളേജ് AFMCയിൽ MBBS പഠിക്കാനുള്ള ഒരു അവസരമാണ്. ഇവിടെ നീറ്റ് എക്സാം ഇമ്പോർട്ടൻ്റ് ആണ്. നീറ്റിന് ശേഷം AFMC നടന്ന റിട്ടൺ എക്സാം ഉണ്ട്. അതായത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്. ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ ആൻഡ് ലോജിക്കൽ റീസണിങ്. ആ എക്സാം നിങ്ങൾ ക്വാളിഫൈ ചെയ്യണം. അതിനുശേഷം സൈക്കോളജിക്കൽ അസസ്മെന്റ് ടെസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം ഇന്റർവ്യൂ ഉണ്ടാവും ആൻഡ് മെഡിക്കൽ ടെസ്റ്റ്. ഇതാണ് ഇവിടുത്തെ പ്രൊസീജിയർ. ആൻഡ് നെക്സ്റ്റ് വൺ, മിലിറ്ററി നഴ്സിംഗ് സർവീസ് എക്സ്ക്ലൂസീവ്ലി ഫോർ പെൺകുട്ടികൾക്കാണ്. AFMC MBBS ആണെങ്കിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ഡീറ്റെയിൽസ് ആണ്. 10th കഴിഞ്ഞാൽ നമുക്ക് ഓഫീസർ ആവാനുള്ള ഒരു 5 വഴികളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഞാൻ നേരത്തെ പറഞ്ഞു, NDAന്റെ കേസിൽ നമ്മളൊരു ലക്ഷ്യ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നാഷണൽ ഡിഫൻസ് അക്കാഡമി എക്സാമിനേഷൻ അപ്പിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ 10th പാസ്സായ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ലക്ഷ്യ ബാച്ച്, നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. സോ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. 7034561234 നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലക്ഷ്യ ബാച്ചിനെ കുറിച്ചുള്ള വെബിനാറിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ നിങ്ങൾക്ക് ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും അവൈലബിൾ ആണ്. സോ കോൺടാക്ട് us on 7034561234 വാട്സാപ്പിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലക്ഷ്യ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പുതിയ ഡീറ്റെയിൽസുമായിട്ട് നമ്മൾ വരുന്നതാണ്. 10th കുട്ടികൾക്കുള്ള പുതിയ ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ തന്നെ ഈ എൻട്രികളെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോസുമായിട്ട് നമ്മൾ വരുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.